ഹലോ നമസ്കാരം. ഞാൻ ഇന്നുള്ളത് നമ്മൾ പെരുമ്പഴൂരാണ്. അപ്പോൾ ഞാൻ ഇപ്പം പോകുന്നത് നമ്മളെ പെരുമ്പഴൂർ സ്കൂളിലാണ്, ഗവൺമെൻറ് ഹൈസ്കൂൾ പെരുമ്പഴൂർ. ഇന്നിവിടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നടക്കുകയാണ്. ഗ്രൂപ്പിൻ്റെ പേരെന്താണ് വിഷ്ണു? മഷിക്കൂട്ട്. അപ്പോൾ അവരൊരു കൂട്ടായ്മ പോലത്തെ ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ചെറുത്ത് കവർ ചെയ്യാനും പിന്നെ സ്കൂൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് പോകാനാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. വെൽക്കം ടു പെരുമ്പഴൂർ. വിഷ്ണു കേട്ടോ. അപ്പോൾ നമുക്കിനി സ്കൂളിലോട്ട് പോകാം. നമ്മുടെ പെരുമ്പഴൂർ സ്കൂളിൻ്റെ പഴയ ബിൽഡിങ്സ് ആണ് ഇതൊക്കെ. എനിക്ക് ഫുള്ള് ഇപ്പം വലിയ ക്ലീൻ ഇല്ല, വേറെ ബിൽഡിംഗ് അവിടെ പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഇവിടെ വലുതായിട്ട് പരിപാടിയൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ പഴയ ബിൽഡിംഗ് ഇതേപോലെ തന്നെ എല്ലാ ബിൽഡിങ്ങും, പക്ഷേ ഇപ്പോൾ അത് മാറി വലിയ ബിൽഡിംഗ് ആയി. കണ്ടോ, നമ്മളെ ഈ ചെമര് മൊത്തം അടിപൊളി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കൂട്ടായ്മയുടെ പേരാണ് മഷിക്കൂട്ട്. 1997 ബാച്ചാണ് കേട്ടോ. എൻ്റെ കുടുംബത്തിൽ മിക്കതും ആൾക്കാർ പഠിച്ച ഈ ഒരു സ്കൂളിലാണ്. 97 പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടല്ലോ. നീ ഇവിടെ അല്ലേ പഠിച്ചേ? ഞാൻ ഇവിടെ അല്ല പഠിച്ചത്, ഞാൻ ബോയ്സിലാണ് പഠിച്ചത്. അപ്പോൾ നീ ഇവിടെ അല്ല. 97 യുവാക്കൾ ചേട്ടാ, കൂപ്പൺ സിസ്റ്റം നമുക്കൊന്നുമില്ല ചേട്ടാ. അവിടെ നമ്മളെ കൂട്ടായ്മ വരെ ആ പ്രോഗ്രാം നടക്കുന്നത്. ബെസ്റ്റ് എൻ്റെ ബാക്കിലോട്ടാണ് നമ്മളെ നഴ്സിംഗ് കോളേജ്. ഏതാ? SIMET കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകര. എനിക്കിവിടെ വേറെ അനുഭവം ഉണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ മുമ്പ് വരും. ഇവിടെ വോട്ടിടാൻ വന്നായിരുന്നു ഇവിടെ അല്ലേ? നീ വോട്ടിടാൻ വരും, പിന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനത്തെ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിൽ ശരിക്കും എല്ലാവരും ഇപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിമാരെയൊക്കെ പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമ്മളെ പെരുമ്പഴൂർ സ്കൂൾ. അടിപൊളിയാണ്. സ്കൂളൊക്കെ നേരത്തെ ഇരുന്ന് പണ്ട് ചെറിയ ബിൽഡിങ്ങൊക്കെ ആയിരുന്നു. അന്നത്തെ എൻ്റെ ഓർമ്മ ചെറിയൊരു ബിൽഡിംഗ് ഉള്ള ഒരു ഓർമ്മയാണ്. ഇപ്പം അതിന് കുറേ കാലം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നപ്പം ഫുൾ മാറ്റമാണ്. ഈ എല്ലാ ബിൽഡിങ്ങും റീസെൻ്റായിട്ട് വന്ന ബിൽഡിങ്സാണ് ഇതെല്ലാം. എന്താ താഴെയുള്ള ബിൽഡിങ്സ് എല്ലാം. ഇവിടെ ചീര കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മളെ നേഴ്സിംഗ് കോളേജിൻ്റെ ബിൽഡിങ്ങാണ് ആ ഒരു ബിൽഡിങ്. ഇവിടെയാണ് നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല വലിയ ആൾക്കാർക്ക് അറിയാൻ പറ്റുമെന്ന് പെട്ടെന്ന്, ബിക്കോസ് ഞാൻ പോലും ഇന്നാണ് ഇവിടെ വന്ന് ഈ സംഭവം കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലെൻസ് വഴി നിങ്ങൾക്ക് മാക്സിമം ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജിഷ്ണു അതല്ലേടാ, നമ്മൾ വന്നിട്ട് കണ്ടിട്ട് പോയില്ലെന്ന് വേണ്ട. ഇതാണ് ആ ഒരു നേഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് ഈ ഒരു ബിൽഡിംഗ് എല്ലാം. ഇത് ഫുള്ള് ക്ലാസ് സെക്ഷനുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അടഞ്ഞടക്കാണ്. ഇവിടെ നോക്കിയിട്ട് ഇത് ഇവിടെ നിന്നും നമ്മളെ പെരുമ്പഴൂർ സ്കൂൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. നമുക്കിനി ആ പ്രോഗ്രാമിലോട്ട് പോകാം. അപ്പോൾ പിന്നെ നല്ല ഒച്ചയാണ് അവിടെ. സൗണ്ട് കുറച്ച് നമുക്ക് കുറേയൊക്കെ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ പറ്റും. അവിടെ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ നിലവിലിപ്പം വിഷ്വൽസ് എടുക്കാതെ ഇങ്ങോട്ട് വന്നത്. നമ്മളിനി താഴോട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാം ഒന്ന് കവറപ്പ് ചെയ്യാം. വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ വന്ന് എല്ലാവരും പരിചയപ്പെട്ടു. കൊള്ളാം, നല്ലൊരു കൂട്ടായ്മയാണ്. 1997 പെരുമ്പഴൂർ സ്കൂളിലെ 10ാം ക്ലാസ് ബാച്ച് മഷിക്കൂട്ട് 10ാം ക്ലാസ് ബാച്ച്. കൊള്ളാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഈ പെരുമ്പഴൂർ സ്കൂളിലുള്ള മഴവെള്ള സംഭരണിയാണ്. എത്ര ലിറ്റർ? 10,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു സംഭരണിയാണ് ഈ ഒരു സംഭരണി. അപ്പോൾ അതിൻ്റെ ബാക്കിലും ബിൽഡിംഗ് ഉണ്ട്. ഇതും നഴ്സിംഗ് കോളേജിൻ്റെ ബിൽഡിംഗ് തന്നെയാണ് അങ്ങോട്ടുള്ളത്. ആ കാണുന്ന ആ 2 ബിൽഡിങ്ങും ഇത് സ്കൂളിൻ്റെ ബിൽഡിങ്ങാണ്. നമ്മളിപ്പോഴത്തെ പ്രസിഡൻ്റ് അല്ലേ? നിങ്ങൾ പ്രസിഡന്റ് കൊള്ളാല്ലേ ചേട്ടാ? ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. പ്രസിഡന്റിന് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ വളരെ അഭിമാനവും ചാരിതാർത്ഥ്യമുള്ള കുറേ നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ ഗ്രൂപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്നതിനപ്പുറം ഗ്രൂപ്പിൽ പലരും ഈ നിമിഷത്തിലും അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരു കൈത്താങ്ങായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിൽ നിങ്ങൾ എന്തൊക്കെ ഇതുവരെ കൊടുത്തിട്ടുണ്ട്? ഷോർട്ടായിട്ട് ഓൺലൈനിൽ പറയണമെങ്കിൽ കുറേ പേർക്ക് ചികിത്സാ ഫണ്ട് ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപ കുറേ പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ടോട്ടൽ തുകയാണ് പറഞ്ഞു. പലർക്കും ആവശ്യഘട്ടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയന്തരമായിട്ട് ആര് ആക്സിഡൻറ്റോ എന്ത് പറ്റിയ ആശുപത്രിയിലായാലും ഗ്രൂപ്പ് എമർജൻസി ആയിട്ട് ഒരു തുക ആ സ്പോട്ടിൽ കൊടുക്കും. പിന്നെ അതിനുശേഷം കുട്ടികളുടെ വിദ്യാഭ്യാസം, ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ ഒരു കുട്ടി ഇതിനിടയ്ക്ക് മരണപ്പെട്ടു, പെട്ടെന്നുണ്ടായ സമയത്ത് പോയി. ആ കുട്ടികളുടെ 2 പെൺമക്കളുണ്ട്. അവരുടെ വിദ്യാഭ്യാസ ചിലവെല്ലാം അങ്ങനെ നമ്മൾ മഷിക്കൂട്ടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് കൊറോണ കൊണ്ടുപോയി. ആ പാവപ്പെട്ട അമ്മയും ഞങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എന്താണ് സ്പെഷ്യൽ ഉണ്ടോ? അതായത് സ്പെഷ്യൽ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് എല്ലാം നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. അതിനപ്പുറം പ്രത്യേകിച്ച് സ്പെഷ്യൽ. എൻ്റെ പേര് ശിവകുമാർ. ഓക്കെ, താങ്ക് യു. ഈ ഒരു ഗ്രൂപ്പിന്റെ സ്ഥാപകൻ വന്നിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയാണ് ഓർമ്മ? അത് പറഞ്ഞു. ഞാൻ 97 ബാച്ചാണ് നമ്മൾ. കാര്യം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് 2000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളാണല്ലേ പെരുമ്പഴൂർ HS. ഈ ബിൽഡിങ് നമ്മളാണ് ആദ്യമായിട്ട് ഈ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ഇതിലാദ്യം കാണുന്ന റൂം
നമ്മുടെ 10A ആയിരുന്നു. നമ്മുടെ 97 ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്താണ് ഉദ്ഘാടനം ചെയ്തത്. ഫസ്റ്റ് ഇവിടുത്തെ പെരുമ്പുഴ സ്കൂളിലെ ആദ്യമായിട്ട് ഇത് ഒരു കോൺക്രീറ്റ് കെട്ടിടം എന്ന് പറഞ്ഞ് ചെയ്തതാണ്. നമ്മളാണ് ഇവിടുത്തെ ആദ്യത്തെ ബാച്ച്. ഓക്കെ. പിന്നെ ഒരുപാട് ചരിത്രം പെരുമ്പുഴ സ്കൂളിലുണ്ട്. ഒരുപാട് അതിലൊരു കൂട്ടായ്മ നമ്മളാണ് 97. നമ്മൾ നിലവിലിപ്പോൾ ഉള്ളതിൽ ഏറ്റവും സജീവമായ ഗ്രൂപ്പാണ് നമ്മുടേത് മഷിക്കൂട്ട്. നമ്മൾ 97. അതിനുശേഷം വേറെ ഒരുപാട് ഗ്രൂപ്പുണ്ട്, എല്ലാം സജീവമാണ്. എന്നാലും വളരെ സജീവമായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഏകദേശം രൂപം കൊണ്ടിട്ട് ഏകദേശം 10 വർഷം വരെ. 10 വർഷം. ഓക്കെ. പ്രസിഡന്റ് ആ മൊമെന്റിനെ കുറിച്ചൊന്ന് പറയാമോ? മൊമെന്റോ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും നമ്മളെ ഗ്രൂപ്പിലുള്ള ആ സമയത്ത് ചില വ്യക്തികൾക്ക് നേടുന്ന വ്യക്തിഗത കാര്യങ്ങൾ ഇന്ന് മെമൻറ്റോ 2-3 മെമൻറ്റോ ഉണ്ട്. ഒരു നമ്മളെ ഇയറിൽ തന്നെ ഒരു ജവാനുണ്ട്. അയാൾ കുറേ പിന്നെ നല്ല ഈ വയനാട് ദുരന്തത്തിൽ പോലും മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ദുരന്ത മേഖലയിൽ ഒരാഴ്ചയോളം വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോൾ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട്. പേര് മണികണ്ഠനാണ്. പുള്ളി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. വരികയാണെങ്കിൽ നമ്മൾ വേദിക്കും. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആദർശ്, അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പറുടെ മകനാണ്. മിസ്റ്റർ തിരുവനന്തപുരമായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് തിരഞ്ഞെടുത്തത്. ആ ഏള് ഞങ്ങളാണ്. ഇനി എന്തെങ്കിലും എന്താ പരിപാടി അടുത്ത് കേക്ക് കെട്ടിങ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ കേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടാകുന്നു. അപ്പം അവിടെ നിൽക്കുന്ന നമ്മളെ സഹോദരങ്ങളെല്ലാം മുന്നോട്ട് വരിക. നമ്മുടെ പരിപാടി അരുണ് കാണുന്ന ആൾക്കാരെ ഒന്ന് വിളിച്ചു നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. അങ്ങനെ അരുണ് വിളിച്ച ഒരു 11 പേര് ഇവിടെ ഒരുമിച്ച് കൂടി. ഫസ്റ്റ് അഡ്മിൻ എന്ന് പറയുന്നത് വിശ്വപ്രസാദും ദിവ്യ, അരുണ്. അവർ ഫാമിലി ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങിയ സംഭവമാണ് ഇന്ന് ഈ കാണുന്ന മഷിക്കൂട്ടിലേക്ക് എത്തിയത്. അപ്പോൾ തുടക്കക്കാരൻ വിശ്വപ്രസാദ് ഇന്ന് വരെ ഈ മഷിക്കൂട്ടിൻ്റെ ഒരു വലിയ പ്രോഗ്രാമിന് എത്തിയിട്ടില്ല. അത് വളരെ വാസ്തവമാണ്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവൻ ഒന്ന് ജർമ്മനി അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഏതെങ്കിലും കപ്പില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾ വിശ്വപ്രസാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. വിശ്വപ്രസാദിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് വന്നേ പറ്റൂ. വാ, കമാ. എല്ലാവരും ഒരു നിറഞ്ഞ കൈ കൊടുത്താൽ നമ്മളെ വിശ്വപ്രസാദ്. ജനത്തിന് ഭയങ്കര പേടിയാണ്. പക്ഷേ സാഹിത്യ മതമിനൊക്കെ വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. സന്തോഷം. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്, സ്ഥാപക പ്രസിഡന്റ്, ഗ്രൂപ്പിൻ്റെ ഒരു ഫസ്റ്റ് പ്രസിഡൻ്റാണ്. ആർക്കായാലും, ഒരു പ്രസ്ഥാനമായാലും ഒരു ഗ്രൂപ്പായാലും ഒരു ചാരിറ്റി ആയാലും എന്തായാലും അതിന് തുടങ്ങി വെക്കുന്ന ഒരാളുണ്ടാവും ഐശ്വര്യമായിട്ട്. ആ ഐശ്വര്യമായിട്ടുള്ള ആൾ തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരെ എത്തിയത്. എല്ലാവരും ഒന്ന് കൈയടിക്കണം. നമ്മളെ അരുൺ സരും നമ്മുടെ സ്ഥാപക പ്രസിഡൻ്റാണ്. വളരെ സന്തോഷം, വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റി. ഈ ഗ്രൂപ്പ് ഇപ്പോൾ രൂപീകരിച്ചിട്ട് 8 വർഷം. നമ്മുടെ കൂടെ ഈ പ്രവർത്തനം തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വളരെ പാട്. അല്ലെങ്കിൽ ഭാര്യ, വീട്ടിലെല്ലാവരെയും ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ കഴിഞ്ഞത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു വളരെ ശക്തിയാണ്. ഇരിക്കത്തില്ല, അത് ഇങ്ങനെ ഒരു പ്രത്യേക ഇതിലാണ്, ആ ഫോമിലാണ്. അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അത് കഴിക്കാൻ വളരെ മധുരമാണ്, പക്ഷെ അത് കട്ടിയുള്ളൊരു ഫോമിലോട്ട് വരത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് വളരെ സന്തോഷകരമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ തന്നെ പോകണം. നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടേതും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വരും വർഷങ്ങളിലും വ്യത്യസ്തമായ പരിപാടികൾ എന്നും ഓർഗനൈസ് ചെയ്തിട്ടുള്ള മഷിക്കൂട്ടിൻ്റെ ഇപ്പോഴത്തെ മുഴുവൻ മുൻനിരക്കാർക്കും 1000 ആശംസകൾ എൻ്റെ പേരിലും ഈ മഷിക്കൂട്ടിൻ്റെ എല്ലാ അംഗങ്ങളുടെ പേരിലും ആശംസിക്കുന്നു. ഇനിയും നമ്മുടെ പരിപാടികൾ വമ്പിച്ച വിജയമാകട്ടെ എന്ന് മാത്രം ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. മഷിക്കൂട്ട് ഗ്രൂപ്പിലെ എല്ലാവർക്കും ആശംസ നേരുന്നു. ഞാൻ ഈ വർഷം ട്രിവാൻഡ്രം 55 kg ഗോൾഡ് മെഡലാണ്. ഓക്കെ. മിസ്റ്റർ കേരള ആക്കാൻ വേണ്ടി വെച്ചിട്ടാണ്. മിസ്റ്റർ കേരള ആക്കാൻ വേണ്ടിയോ? നമ്മൾ അടുത്ത് മിസ്റ്റർ കേരള ആക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ നിന്നാണ് കാര്യം. ഒരുപാട് ഡെഡിക്കേഷൻ. കാര്യം ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഡയറ്റ് മെയിനാണ്. അപ്പോൾ ഡയറ്റ് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പെരുമ്പഴൂരിൽ നിന്ന് ഒരു മിസ്റ്റർ കേരള, അത് കഴിഞ്ഞ ശേഷം നാഷണൽ ലെവലിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് പെരുമ്പഴൂരിൽ നയിക്കും. നല്ലല്ലേ? ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത്രയും ഫംഗ്ഷൻ വന്നിട്ടും എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ടത് വളരെ സന്തോഷം. പിന്നെ വേറെ എനിക്ക് സ്റ്റേജിൽ കയറി അരുണിനെ പോലെ വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് സന്തോഷം.
നല്ലൊരു വർഷം എല്ലാവർക്കും നേരുന്നു. താങ്ക് യു. ഇത് തന്നെ വലിയ സംഭവമാണ് വിശ്വപ്രസാദ് 2 വാക്ക് മൊഴിഞ്ഞതിൽ. നമ്മളെ സാന്റാക്ലോസ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒരു കൈയ്യടി കൊടുത്തേ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫി കോർണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വരാം കേട്ടോ, എല്ലാവർക്കും സെൽഫി കോർണർ. ഒരേ കുറച്ച് സമ്മർ നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ സാന്റാക്ലോസ് വീട്ടിൽ വന്ന് ആ ഡാൻസ് വരെ ചിത്രീകരിച്ച് നമ്മുടെ ഗ്രൂപ്പിലിട്ട ഒരു കൈ എടുത്ത് നമ്മുടെ ശിവപ്രിയ 1ാം സമ്മാനം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. വീട്ടിലെ പുൽക്കൂടിന് മേടിച്ച പുൽക്കൂട് സാന്റാക്ലോസ് ആണ് സമ്മാനം കൊടുക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നീയല്ലേ എന്നെ കൊണ്ടുപോയി എന്റെ ഭാവി നശിപ്പിച്ചത്. ബിന്ദുവിൻ്റെ മകനാണ് ആദർശ്. ആദർശ് നാളെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ നിന്ന് തന്നെ മികച്ച ബോഡി ബിൽഡറായിട്ട് വരാൻ കഴിയുന്ന പെരുമ്പഴൂരിൻ്റെ അഭിമാനമാണ് ആദർശ്. എല്ലാവരും നല്ലൊരു കൈ കൊടുക്കും ആദർശ്. അവൻ മിസ്റ്റർ ട്രാൻഡ്രോയി. ആദർശ് ഇപ്പോൾ മിസ്റ്റർ കേരളയ്ക്ക് വേണ്ടി കോമ്പറ്റീഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ചേട്ടൻ പറഞ്ഞ പോലെ പിന്നെ പോസ് കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കോമ്പറ്റീഷൻ ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ കാണും. പക്ഷെ ഇപ്പോഴും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ചിരിച്ച മുഖം അല്ലാതെ ഈ മനുഷ്യന്റെ വേറൊരു മുഖം ആദ്യം കണ്ടിട്ടില്ല. എല്ലാവരും ഒന്ന് കഴിച്ച്, എല്ലാവരും ഒന്ന് കഴിച്ച്. ആദർശിന്റെ ഫാമിലി ബിന്ദുവിനെ ഈ ക്ഷണിക്കുന്നു. ആതിര, ബിന്ദുവിന്റെ മകൾ ആതിര എവിടെ ഉണ്ടായിരുന്നു? എവിടെ ആതിര? എവിടെ ആതിര? ബിന്ദുവിന്റെ മകൾ ആതിര. പ്ലീസ് ആതിരയും മഷിക്കുട്ടിന്റെ നമ്മുടെ സന്തകൾ സഞ്ചാരിയാണ്. എല്ലാവരും കഴിച്ച്. ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലിയാണ്, മഷിക്കുട്ടി ഫാമിലിയാണ്. മഷിക്കുട്ടിൻ്റെ എന്ത് പരിപാടിക്ക് ഇവരെല്ലാവരും സജീവമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും. ദൈവസ്നേഹം വാക്കുകൾ പോരാ. അത് കഴിഞ്ഞിട്ട് സുനി പിന്നെ പേരുകൾ അറിഞ്ഞൂടല്ല, മറന്നും പോയി. ആകസ്മികമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്, വരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഇരുന്നതാണ്. ഈ വർഷത്തെ 2ാമത്തെ ക്രിസ്മസ് ഫംഗ്ഷനാണ് പങ്കെടുക്കുന്നത്. ഒന്ന് എൻ്റെ സ്കൂളിലായിരുന്നു. ഞാൻ പറ്റിയതല്ല, ഇന്ന് ആദ്യമായിട്ട് എൻ്റെ അമ്മ വഴക്ക് പറയോ വരണം എന്നൊരു തീരുമാനം ഇന്നലെ എടുത്തു. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരെ കാണുക എന്നൊരു സമയത്ത് എന്നാലും വീട്ടിൽ പോയിട്ട് താക്കോല് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് ചേട്ടാ താക്കോലോടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നിരുന്ന അത്രയ്ക്കും വളരെ സ്നേഹത്തോടുകൂടി നമ്മളെ കൂട്ടത്തിൽ സഹകരിക്കുന്ന PT പ്രസിഡന്റാണ് സുധീരേട്ടൻ. പറഞ്ഞേട്ടപ്പോൾ നിങ്ങൾ വീട്ടിലെ താക്കോലെടുത്ത് കൊടുക്കാൻ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 97 ബാച്ചാണ് ഞാൻ. 96 ഇവിടെ നിന്ന് 10ാം ക്ലാസ് പാസ് ഔട്ട് ഇറങ്ങിയതാണ്. ശിവൻ പറഞ്ഞതുപോലെ ഞായറാഴ്ച താക്കോലല്ല, ഞാൻ സാധാരണ ഗേറ്റ് രാവിലെ ഇവിടെ തുറന്നിട്ടിരിക്കും. രാവിലെ കൂട്ടുകാരെ, മഷിക്കൂട്ട് ഇവിടെ തുടങ്ങിയത് മുതൽ ഈ സ്കൂളിലെ ഒരംഗം പോലെയാണ് എല്ലാ മഷിക്കൂട്ടിലെ കൂട്ടുകാരും. എന്ത് ആവശ്യമായിരുന്നാലും സ്കൂൾ തുറപ്പായിരുന്നാലും ഞങ്ങളോടൊപ്പം PTA-യോടൊപ്പം ഞങ്ങളെ കൂടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന മഷിക്കൂട്ടിലെ എല്ലാ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ന്യൂ ഇയർ ആശംസിക്കുന്നു.
വിളംബരക്കാരാ നിങ്ങളാണോ? നമ്മൾ രണ്ടുപേരും. എന്തൊക്കെ സ്പെഷ്യൽ ഇന്ന്? ചിക്കൻ ബിരിയാണി സലാഡ് അച്ചാറ് വെജിറ്റബിൾ കറി പപ്പടം. നിങ്ങൾ ഫുഡ് എങ്ങനെ ഉണ്ടോ? അതല്ലേ ബിരിയാണി. പിന്നെ മുകളിലാണ് ഫുഡ് കഴിച്ചത്. ഇത് അവിടെ കൂടെ നടന്ന് നമ്മളെ വായൊക്കെ ക്ലീനാക്കി ഈ ഒരു ഇടവഴി കൂടെ ഇങ്ങോട്ട് പോകുമ്പം ജിഷ്ണു നിനക്ക് എന്താ പറയാനുണ്ടായിരുന്നല്ലോ ഇവിടെ? എൻ്റെ ഓർമ്മകൾ ഇവിടെ നിനക്കുണ്ടല്ലോ ഓർമ്മകൾ. ഓർമ്മയെന്ന് പറയാൻ ഞാൻ ഇവിടെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇവിടെ കൂടെ ചാടിയിട്ടുണ്ട് ഇവൻ. ചാടിനെ വന്നിട്ടുണ്ട് പണ്ടല്ലേ. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വരുമായിരുന്നു. പാടിയിട്ട് പോകുള്ളൂ നിങ്ങളെ അത് പരീക്ഷയിൽ ഉന്നത വിജയമാണ്. വന്നില്ല, അതിന് പകരം ആൻസിയുടെ മാതാവ് രാജകൃഷ്ണനെ നമ്മൾ ഈ വേദിയിലേക്ക് സാക്ഷിച്ചു. ഈ മൊമെന്റ് കൊടുക്കുക നമ്മുടെ പ്രിയപ്പെട്ട ആദ്യ പ്രസിഡന്റ് അരുൺ. പ്ലീസ് കം. ആൾക്ക് ഇവിടെ ഒരു ഇതുണ്ടാവും, മാജിക് ബോക്സ് കുലുക്കിയിട്ട് വരും. അതായത് നമ്മൾ നിറക്കെടുക്കുന്നുണ്ട്. ആ മാജിക് ബോക്സിൽ നിന്ന് ഒരു കൂപ്പൺ കിട്ടും. അതിൽ ചിലപ്പോൾ ബ്ലാങ്ക് ആയിരിക്കും. ബ്ലാങ്ക് ആയ വിഷമിക്കണ്ട, എന്നുവെച്ചാൽ 300 ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ബ്ലാങ്ക് പോകും. 300 സമ്മാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ബ്ലാങ്ക് കൂപ്പൺ ഉണ്ടാകും. 100 ഉണ്ടാകും. അത്രേ ഉള്ളൂ. ഞാൻ 300 ഇടാൻ പറഞ്ഞു, 300 ആയിട്ടുണ്ട്. അപ്പോഴേ ബ്ലാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ് വിഷമിക്കുന്നു, തിരിച്ച് കൂപ്പൺ അപ്പോഴേ ഇവിടെ വന്നാൽ വിൽക്കപ്പെടാം. അത്രയും ഈ ക്രിസ്മസ് ന്യൂ ഇയേഴ്സിൻ്റെ സമ്മാന പദ്ധതി തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം സമ്മാനം കൊടുക്കാൻ പ്രിയപ്പെട്ട അരുൺ ഇവിടെ ഫസ്റ്റ് നമ്മളെ കമന്ററി ബോക്സിലേക്ക് പ്രിയപ്പെട്ട സിൽകുമാറിനെ സാധനം ക്ഷണിച്ചു. ഒന്നാമത്തെ സമ്മാനം കൈ കൊടുത്ത ഇവിടെ വെണ്ടർ വാങ്ങിച്ചോ? 32. രണ്ടാമത്തെ സമ്മാനം നേടിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു. നല്ലൊരു ഓക്കെ. ആദ്യത്തെ ഹെൽമെറ്റിന് പകരം തലയിൽ മൂടാൻ കണക്കാക്കി വെണ്ടോയുടെ മകൾ നേടിക്കൊടുത്തിരിക്കുകയാണ്. കമ്മലായിരിക്കും, ഒരു പവന്റെ കമ്മലുണ്ട്. അതായിട്ട് വലിയ ഒരു പവന്റെ കമ്മലുണ്ട്, സ്വർണ്ണ കമ്മല്, ഏതോ ഒരു കമ്മൽ. അത് സജിനെ തേടി സന്തോഷം. ബ്ലാങ്ക് പേപ്പർ എടുക്കാനല്ലേ സ്പെഷ്യൽ പ്രിഫറൻസ്. വലിയ സമ്മാനം എടുത്തു എന്റെ ഗിഫ്റ്റ് വെച്ചു. നമ്മളെ ജിഷ്ണുവിനൊരു ഷവർ സാധനം കിട്ടി. ബ്ലോഗറാണ്. 19 ജിഷ്ണു ഫസ്റ്റ് അടിച്ചല്ലോടാ. അതിഥിയായി വന്ന ആള് 142 19 അഖിലിന്റെ. ഇനി എന്ത് വേണം നിനക്ക്? ലൈറ്റ് എത്തിച്ച് കളിക്കാല്ലേ ജിഷ്ണു? നിനക്ക് ഫസ്റ്റ് പ്രൈസ് ജിഷ്ണു ആണ് അടിച്ചത്. നോക്കിയിട്ട് നീ വെച്ചോ, എനിക്ക് വേണ്ട. നീ വെച്ചോ. ഈ സ്പൂണ് വെച്ചോടാ ബ്രോ.